back to our channel notebook. Last video we plus 1 zoology first chapter the living world എന്നതിന്റെ introductory part discuss ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് The Living World എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പോർഷൻ ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ്. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. Diversity in living world. The earth hosts an immense variety of living organisms. According to a survey, the number of species that are known and described are between 1.7 to 1.8 million. This number of organisms refers to the biodiversity on the earth. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഭൂമിയിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. ഈ ലിവിങ് ഓർഗാനിസത്തിനെ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയപ്പോൾ നമ്മൾക്കറിയാവുന്ന ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 1.7 to 1.8 മില്യൺ ഓഫ് സ്പീഷീസ്. സോ ഇത്രയും നമ്പർ ഓഫ് സ്പീഷീസിനെ ഉൾക്കൊള്ളുന്നതാണ് ഭൂമിയിലെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി. The term biodiversity, coined by Walter G. Rosen in the year 1985. It is a relatively new compound word for a longer version biological diversity. Bio means life and diversity means variety. Hence, biodiversity refers wide variety of life on the earth. 1985 വാൾട്ടർ ജി റോസൻ ആണ് ബയോഡൈവേഴ്സിറ്റി എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്ന ടേം വന്നതോടെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന ലോങ് ടേം റീപ്ലേസ് ചെയ്യുകയാണ് ഉണ്ടായത്. ബയോഡൈവേഴ്സിറ്റി എന്ന വേർഡിന്റെ മീനിങ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബയോ മീൻസ് ലൈഫ് എന്നും ഡൈവേഴ്സിറ്റി മീൻസ് വെറൈറ്റി എന്നുമാണ് പറയുന്നത്. സോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് ലൈഫ് ഓൺ ദി എർത്ത്. Biodiversity is defined as the variety and variability among all the groups of living organisms and the ecosystem in which they live. The living world includes all the living organisms such as microorganisms, plants, animals, and humans. Biodiversity is not limited to the existing life forms. ബയോഡൈവേഴ്സിറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എല്ലാത്തരം ജീവജാലങ്ങളും അവയിലുള്ള വൈവിധ്യങ്ങളും അവ വസിക്കുന്ന എക്കോസിസ്റ്റത്തിലുള്ള വൈവിധ്യങ്ങളും എല്ലാം കൂടെ ചേർന്നതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇഫ് വി എക്സ്പ്ലോർ ന്യൂ ഏരിയാസ് ആൻഡ് ഈവൻ ഓൾഡ് വൺസ്, ന്യൂ ഓർഗാനിസംസ് ആർ കണ്ടിന്യൂസ്ലി ബീയിങ് ആഡഡ്. സോ നമ്മളൊരു പുതിയ സ്ഥലം അല്ലെങ്കിൽ ഒരു പഴയ സ്ഥലം നമ്മൾ നിരീക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ഓരോ ജീവജാലങ്ങളെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓരോ തവണ നമ്മൾ നോക്കുമ്പോഴും അവിടെ പുതുതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിസം ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓർഗാനിസംസ് ഒക്കെ അറിയപ്പെടുന്നത് എങ്ങനെ നമ്മുടെ ലോക്കൽ നെയിംസിലായിരിക്കും മിക്കപ്പോഴും എല്ലാ ഓർഗാനിസംസും അറിയപ്പെടുന്നത്. സോ ദിസ് ലോക്കൽ നെയിംസ് മേ വാരി ഫ്രം വൺ പ്ലേസ് ടു ദി അതർ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് ലോക്കൽ നെയിംസ് മാറുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. ലോക്കൽ നെയിംസ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് പോകുമ്പോൾ ഓർഗാനിസത്തിൻ്റെ നെയിംസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ അതിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രാവിൻ്റെ കേസ് നോക്കാം. പ്രാവിൻ്റെ കേസ് വരുമ്പോൾ അതിന് നമ്മൾ പ്രാവ് എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ നമുക്ക് ഡവ് എന്ന്, അതുപോലെ തന്നെ പീജിയൻ എന്ന് പറയുന്നുണ്ട്, പുറ എന്ന് പറയുന്നുണ്ട് തമിഴിൽ, അതേപോലെ ഹിന്ദിയിൽ കബൂത്തർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ്റെ ഉള്ളിൽ പല പല സ്ഥലങ്ങളിലുള്ള കുറച്ച് പേരുകൾ മാത്രം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ഇവിടെ തന്നെ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഒരു നാളികേരത്തിൻ്റെ കേസ് നോക്കാം.
സോ നാളികേരത്തിന് പല രാജ്യങ്ങളിൽ എന്തൊക്കെ പേരുകളാണ് പറയണതെന്ന് നമ്മൾ നോക്കുന്നത്. കോക്കനട്ട് എന്ന് നമ്മൾ കോമൺലി പറയുന്ന പേരാണ് കോക്കനട്ട് എന്ന്. കൊക്കോ എന്ന് ഫ്രഞ്ചിൽ പറയുന്നു. അതുപോലെ തന്നെ കേളപ്പ എന്ന് ഇന്തോനേഷ്യയിൽ പറയുന്നുണ്ട്. പിന്നെ മാപ്രോ എന്ന് തായ്ലൻഡുകാർ മാപ്രോ എന്നാണ് നമ്മൾ നാളികേരത്തിന് പറയുന്നത്. നമ്മൾ നാളികേരം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഹിന്ദിയിൽ നമ്മൾ നാരിയൽ എന്നും പറയുന്നു. സോ ഇത്രയും ഡിഫറൻസ് ലോക്കൽ നെയിംസിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് പോകുമ്പോൾ ലോക്കൽ നെയിംസ്, ഓരോ ഓർഗാനിസത്തിൻ്റെയും ലോക്കൽ നെയിംസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് സിസ്റ്റമാറ്റിക്സ്, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആൻഡ് ടാക്സോണമി. ഇത്രയും കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഓർഗാനിസത്തിന് ഒരു പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. സിസ്റ്റമാറ്റിക്സ്. The word systematics derived from the Latin word systema, which means systematic arrangement of organisms. Carl Linnaeus published his book on the title Systema Naturae. Systematics is the branch of science that deals with unique properties of species. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ആ ലാറ്റിൻ വേർഡാണ് സിസ്റ്റമ. ഇറ്റ് മീൻസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്. ദെൻ കാർലസ് ലിനേയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സിസ്റ്റമ നാച്ചുറേ എന്ന് പറയുന്ന പേരിലാണ്. ആൻഡ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് യുണീക് പ്രോപ്പർട്ടീസ് ഓഫ് സ്പീഷീസ്. Identification. It aims at finding correct name and appropriate position for an organism. The morphological and anatomical characters are examined for proper identification. Identification എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫോളജിക്കൽ അതുപോലെ തന്നെ അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സ് ഒരു ഓർഗാനിസത്തിൻ്റെ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ഓർഗാനിസത്തിന് എന്ത് പേര് കൊടുക്കാൻ പറ്റും, അതിനെ ഈ ക്ലാസിഫിക്കേഷൻ്റെ ഏത് പൊസിഷനിൽ പെടുത്താൻ പറ്റും എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ. It is the process by which organisms are grouped into categories based on observable characters. It helps to identify organisms easily. It helps in building evolutionary pathways. Based on these characteristics, all living organisms are classified into different taxa. ഓർഗാനിസംസിൻ്റെ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് അവരെ ഓരോ ഗ്രൂപ്പുകളായി തിരിക്കുന്ന പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഓർഗാനിസംസിൻ്റെ ഒരു എവല്യൂഷണറി പാറ്റേൺ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഓർഗാനിസംസിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സഹായിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിൻ്റെ ബേസിലാണ് എല്ലാ ഓർഗാനിസത്തിനെയും ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നതും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ അവരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സയിലോട്ട് കൊടുത്തിട്ടുള്ളതും. നോമെൻക്ലേച്ചർ. Nomenclature is the system of naming living organisms so that a particular organism is known by same name all over the world. In general, there are two types of names for organisms: common name and scientific name. നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് നെയിമിംഗ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസിന് നെയിം കൊടുക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാ ലിവിങ് ഓർഗാനിസംസിനും നെയിമിംഗ് കൊടുക്കുമ്പം ആ എല്ലാ ഓർഗാനിസംസും ഓൾ ഓവർ ദ വേൾഡ് ഒരേ പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജനറലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓർഗാനിസംസിനെല്ലാത്തിനും രണ്ട് തരം നെയിംസാണ് കാണുന്നത്. ഒന്ന് കോമൺ നെയിമും മറ്റൊന്ന് സയൻറ്റിഫിക് നെയിമും. കോമൺ നെയിം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വെർനാക്കുലർ നെയിംസ്. These are the local names given to the organisms in a specific language in a particular region. ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ
ഓർഗാനിസംസിന് കൊടുക്കുന്ന ലോക്കലായിട്ടുള്ള നെയിം, അല്ലെങ്കിൽ അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ എടുക്കുന്ന നെയിമിനെയാണ് കോമൺ നെയിം അല്ലെങ്കിൽ വെർണക്കുലർ നെയിം എന്ന് പറയുന്നത്. Therefore, a organism will have different names in different regions of a country. അതുകൊണ്ട് തന്നെ ഒരു കൺട്രിയുടെ വിവിധ ഭാഗങ്ങളിൽ പല പേര് ഒരു ഓർഗാനിസത്തിന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ നോക്കിയ എക്സാമ്പിൾസിൽ അല്ലേ, ലോക്കൽ നെയിംസിൻ്റെ എക്സാമ്പിൾസ് നോക്കിയപ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല പേരിലാണ് പല ഓർഗാനിസംസും അറിയപ്പെടുന്നത്. Scientific name. These are the names given by biologists. These are acceptable all over the world. It is assigned on agreed principles and criteria. So certain principles and criterion basis all over the world accept ചെയ്യുന്ന തരത്തിൽ ബയോളജിസ്റ്റ് നൽകുന്ന പേരിനെയാണ് നമ്മൾ സയന്റിഫിക് നെയിംസ് എന്ന് പറയുന്നത്. It should be different for each species and not used for other organisms earlier. To accomplish this, certain international codes have been established. So, ഈ scientific names എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മറ്റ് ഓർഗാനിസംസിന് ഇതിന് മുന്നേ യൂസ് ചെയ്ത നെയിംസോ വേറെ ഓർഗാനിസത്തിന് നിലവിലുള്ള നെയിംസോ എടുത്ത് പുതിയൊരു ഓർഗാനിസത്തിനെ നെയിം ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ റൂള് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സർട്ടൻ ഇൻ്റർനാഷണൽ കോഡ്സ് നിലവിലുണ്ട്. അത്തരം കോഡുകളാണ് ICBN, ICZN, ICVN, ICBN ഓർ ICNB. ഇതൊരു എക്സാം ഓറിയൻറ്റഡ് പോർഷനാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരുവിധം എക്സാംസിനൊക്കെ നമ്മളുടെ +2 എക്സാംസിനൊക്കെ ഈ ഒരു കോഡ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 1 വെയിറ്റേജ് മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്കോർ ചെയ്യാനും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മാർക്ക് പോവാനും സാധ്യതയുള്ള ഒരു പോർഷനാണ്. സോ ICBN എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ അതായത് പ്ലാന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നെയിമിങ്ങും വരുന്നത് ICBNൻ്റെ കീഴിലാണ്. ICZN, International Code of Zoological Nomenclature. Zoology is related to animals. So animal namings എല്ലാം വരുന്നത് ICZNൻ്റെ കീഴിലായിട്ട് വരും. ICVN നോക്കുകയാണെന്നുണ്ടെങ്കിൽ International Code of Viral Nomenclature. സോ വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വൈറസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നെയിമിങ്ങും പ്രോസസ്സൊക്കെ വരുന്നത് ICVN എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കോഡിന് കീഴിലാണ്. ദെൻ ICBN ഓർ ICNB നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം തൊട്ട് മുകളിൽ നമ്മൾ ICBN കണ്ടു, അത് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്. വീണ്ടും ICBN വന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ICBN കണ്ടു കഴിഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യരുത്. ICBN ഓർ ICNB എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബാക്ടീരിയോളജിക്കൽ നോമൻക്ലേച്ചർ ഓർ ഇൻ്റർനാഷണൽ കോഡ് ഫോർ നോമൻക്ലേച്ചർ ഓഫ് ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള നെയിമിങ് നടക്കുന്നത് ICNB ഓർ ICBNൻ്റെ അണ്ടറിലാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന process of naming was developed by Carolus Linnaeus in the year 1751. 1751 കാർലസ് ലിനേയസ് ഡെവലപ്പ് ചെയ്തതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന നെയിമിംഗ് പ്രോസസ്സ്. അദ്ദേഹം ആനിമൽസിനെ എല്ലാം ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ കീഴിൽ ആനിമൽസിനെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ നെയിമിംഗ് ചെയ്തിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് സിസ്റ്റമ നാച്ചുറെ. അത് 1758 പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ 10th എഡിഷൻ ആയിരുന്നു. സിസ്റ്റമ നാച്ചുറെ എന്ന ബുക്കിൻ്റെ 10th എഡിഷനിൽ ലിനേയസ് പ്ലാന്റ്സിന് ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ ബേസിസിൽ നെയിമിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊവൈഡ് ചെയ്ത നെയിംസ് പബ്ലിഷ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിലാണ്. ആ ബുക്കിൻ്റെ പേരാണ് സ്പീഷീസ് സ്പ്ലെൻഡാരം. 1753 അത് പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇവിടെ പറയാനുള്ള പ്രത്യേക കാര്യം, കാർലസ് ലിനേയസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും 1 മാർക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കുകളുടെ പേര്, 2 ബുക്കുകളുടെ പേരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. എക്സാംസിന് പെട്ടെന്ന് നമുക്ക് 1 മാർക്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പോർഷനാണ് ഇതും.
So binomial nomenclature is a system of providing distinct and appropriate names to the organisms. ഓർഗാനിസത്തിന് കൃത്യമായിട്ട് അതേപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നെയിംസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ദീസ് നെയിംസ് കൺസിസ്റ്റ് ഓഫ് 2 parts. ബൈനോമിയൽ നോമൻക്ലേച്ചർ, ആ വേർഡ് എന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബൈനോമിയൽ, അതായത് 2 names. ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ് അർത്ഥം. സോ 2 parts ഉണ്ട് ഈ ഒരു നെയിമിങ്ങിൽ. ഫസ്റ്റ് പാർട്ട് അതിൻ്റെ ഒരു ഓർഗാനിസത്തിൻ്റെ ജനറിക് നെയിമാണ് കാണിക്കുക, അല്ലെങ്കിൽ ജീനസ് നെയിമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ്. ആ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്താണ്? സ്പീഷീസ് നെയിംസ് അല്ലെങ്കിൽ സ്പീഷീസ് ഏതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇതും എക്സാം ഓറിയൻറ്റഡ് ആണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ അത് മാത്രമായിട്ട് തന്നെ എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നും എന്താണ് ജനറിക് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട്, ഒരു ഓർഗാനിസത്തിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്താണെന്നും സെക്കൻഡ് പാർട്ട് എന്താണെന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പീ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് പൈസം സറ്റൈവം എന്നാണ്. സോ പൈസം എന്ന് പറയുന്നത് പീ പ്ലാന്റിൻ്റെ ജീനസ് നെയിമും അതുപോലെ തന്നെ സറ്റൈവം എന്ന് പറയുന്നത് പീ പ്ലാന്റിൻ്റെ സ്പീഷീസ് നെയിമുമാണ്. There are some rules for binomial nomenclature. ആ റൂൾസ് എന്താണ് എന്ന് നോക്കാം. Names are generally Latinized or derived from Latin. ബൈനോമിയൽ നെയിംസ് എപ്പോഴും ഒന്നെങ്കിൽ ലാറ്റിനൈസ്ഡ് ചെയ്തിട്ടുള്ള വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ the word will be directly derived from Latin. The first word is genus name and the second one is species name. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞു 2 പാർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ജീനസ് നെയിമുണ്ട്, സ്പീഷീസ് നെയിമുണ്ട്. ഈ ഒരു സയൻറ്റിഫിക് നെയിം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫസ്റ്റ് ഭാഗം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിമിൻ്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ജീനസ് നെയിമാണ്. സെക്കൻഡ് ഭാഗമാണ് അതിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടാണ് അതിൻ്റെ സ്പീഷീസ് നെയിം എന്നതാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം പൈസം ആൻഡ് സറ്റൈവം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളാണ്. സോ അതിൻ്റെ പൈസം എന്ന് പറയുന്നതാണ് എന്ത്? ജീനസ് നെയിം. അത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഒരു സയൻറ്റിഫിക് നെയിമിൻ്റെ ഫസ്റ്റ് പാർട്ട് ജീനസ് നെയിമാണ്, സെക്കൻഡ് പാർട്ട് സ്പീഷീസ് നെയിമാണ്. The author name is written in an abbreviated form after the species name and it is printed in Roman. സയൻറ്റിഫിക് നെയിംസ് എഴുതുമ്പം സ്പീഷീസ് നെയിം കഴിഞ്ഞിട്ട് ആ ഒരു നെയിം പ്രൊവൈഡ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ നെയിം അല്ലെങ്കിൽ ആ ഒരു ഓതറിൻ്റെ നെയിം നമ്മളൊരു അബ്രിവേറ്റഡ് ഫോമിൽ കൊടുക്കാറുണ്ട്. ആൻഡ് ആ ഒരു നെയിം എപ്പോഴും റോമൻസിലാണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പൈസം സറ്റൈവം ലിൻ. ലിൻ എന്ന് പറയുന്നത് ലിനേയസിൻ്റെ ഷോർട്ട് ഫോമാണ്. When a species is transferred or revised, the name of the original author is retained but in parenthesis. For example, Zyzigium cumini, linen bracket and scales. അതായത് ആദ്യം ലിനേയസ് ആണ് ആ പേര് നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിന് പേര് കൊടുത്ത ആൾ ലിനേയസ് ആയിരുന്നു. അത് റിവൈസ് ചെയ്ത ആളാണ് സ്കീൽ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതാണോ ആദ്യം ആരാണോ നെയിം കൊടുത്ത അദ്ദേഹത്തിൻ്റെ നെയിം ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് പുതിയ അത് റിവൈസ് ചെയ്ത ആളുടെ നെയിം അതിനുശേഷമാണ് കൊടുക്കേണ്ടത്. The name should be short, precise and easy to pronounce. ഒരു സയൻറ്റിഫിക് നെയിം എപ്പോഴും ഷോർട്ടായിരിക്കണം, വളരെ ചെറുതായിരിക്കണം, ആൻഡ് ഈസി ടു പ്രൊനൗൺസ്, പെട്ടെന്ന് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഫോമിലുള്ള ഒരു വേർഡായിരിക്കണം സയൻറ്റിഫിക് നെയിംസിൽ വരുന്നത്. സോ സയൻറ്റിഫിക് നെയിംസ് അല്ലെങ്കിൽ നമ്മളുടെ ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂൾസാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. റൂൾസ് മാത്രമായിട്ട് എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത സിസ്റ്റമാറ്റിക്സ്, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ഇതൊക്കെ ചെറിയ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് ടാക്സോണമി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.